ശരിക്കും ഒരു ഹോളിവുഡ് ലെവലിൽ മോളിവുഡ് മൂവി എടുത്തിരിക്കുന്നു. ഒരു സ്ലോ ഫേസ് ഡ്രാമ ത്രില്ലറായിട്ടാണ് പടത്തിൻ്റെ ഒരു പ്ലോട്ട് പോകുന്നത്. പിന്നെ അഭിനയം വേറൊരു ലെവലിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് ലാഗിങ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പടം നന്നായിട്ടുണ്ട്. വെൽ ടേക്കൻ മൂവി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 3 പേരുടെയും പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ത്രില്ലറാണോ പടം? ആ ത്രില്ലറാണ്. ആക്ടിങ് ഒക്കെ അടിപൊളിയായി. കുറച്ച് ലാഗിങ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പടം ട്വിസ്റ്റാണ് ഫുള്ള്. ആ ട്വിസ്റ്റാണ്. ത്രില്ലറാണോ? ആ ത്രില്ലർ പറയാം. അടിപൊളി അടിപൊളി മൂവിയാണ്. നല്ല ട്വിസ്റ്റാണോ? ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ എല്ലാവരും ക്യാരക്ടറായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 3 പേരേ ഉള്ളൂ. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഗെറ്റപ്പിലാണ്. ഗെറ്റപ്പാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും 3 പേരും അടിപൊളിയായിരുന്നു. എങ്ങനത്തെ ഒരു പടം? ത്രില്ലറാണോ? ത്രില്ലറാണ്. ട്വിസ്റ്റൊക്കെ ഉള്ള നല്ല ത്രില്ലർ. ലെവൽ ക്രോസ് എന്ന് പറഞ്ഞാൽ പൊളിപ്പടം. ഇത് നമ്മൾ പല സിനിമകളിലും ഡയറക്ടർ ബ്രില്യൻസ് കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിലെ ഡയറക്ടർ ബ്രില്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ക്ലൈമാക്സ് കൊണ്ട് ഡയറക്ടർ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ആസിഫ് അലിയുടെ ഒരു ആസിഫ് നിസാമിൻ്റെ അഭിനയം വേറൊരു ലെവലിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഒരു മലയാളത്തിൽ നിന്നൊരു കംപ്ലീറ്റ് ആക്ടറിന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ആക്ടറായിട്ട് ഉയർന്നു വരാൻ ആസിഫ് അലിക്ക് എന്തുകൊണ്ടും സാധ്യമാണ്. ഇനി അടുത്ത അൾട്ടിമേറ്റ് ആക്ടർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ശ്രീ ആസിഫ് അലി ആയിരിക്കും. അത്രയ്ക്ക് മികച്ചു നിൽക്കുന്ന പ്രകടനം. അതേപോലെ തന്നെ ഈ സിനിമയിലെ ഡയറക്ഷനും പെർഫെക്റ്റ് ആയിരുന്നു. ചെറിയ ഒരു എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ആംഗിളിൽ വലുതായിട്ട് എടുത്തൊരു പടം എന്ന് തന്നെ പറയാം. ക്ലൈമാക്സ് മസ്റ്റ് വാച്ച്. എങ്ങനെയുണ്ടായിരുന്നു ലെവൽ ക്രോസ്? ലെവൽ ക്രോസ് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് തന്നത്. ഇതുവരെ നമ്മൾ ആസിഫിനെ കാണാത്തൊരു പാറ്റേണിൽ കാണാൻ പറ്റുന്നുള്ളതാണ് പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സ്ലോ ഫേസ് ഡ്രാമ ത്രില്ലറായിട്ടാണ് പടത്തിൻ്റെ ഒരു പ്ലോട്ട് പോകുന്നത്. പിന്നെ സ്പാനിഷ് ഫ്രഞ്ചൊക്കെ പടം കാണുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു സ്റ്റൈല് മേക്കിംഗ് ആണ് പടം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അറിയാലോ ഓഫ് കോഴ്സ് ജിത്തു ജോസഫ് പ്രസൻസ് ആണ് പടം വന്നേക്കുന്നത്. അപ്പോൾ ഡയറക്ടറിൻ്റെ പുതിയൊരു ഫിലിമാണെന്ന് പറയത്തേ ഇല്ല, ഒരു മേക്കിംഗ് സ്റ്റൈൽ ഫിലിമാണ്. അപ്പോൾ ഒരു സ്ലോ ഫേസ്ഡ് ആയതുകൊണ്ട് ഒരു ത്രില്ലർ അത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ഡിഫറെൻറ്റ് ഫീലായിരിക്കും വരുന്നത്. ആസിഫിൻ്റെ ആക്ടിങ് സ്റ്റൈൽ ഒന്നും പറയാനില്ല. ഇതുവരെ കണ്ടിട്ടുള്ള ആസിഫ് അല്ല ഈ പടത്തിൽ, അതാണിത് എടുത്തു പറയാനുള്ളത്. ഓർക്കൊള്ളാം. നല്ല മൂവി. ആസിഫ് അലി അടിപൊളി, സൂപ്പർ ത്രില്ലിംഗ് മൂവി, നല്ല മൂവി. ശരിക്കും ഒരു ഹോളിവുഡ് ലെവലിൽ മോളിവുഡ് മൂവി എടുത്തിരിക്കുന്നു. അതാണ് പറയുന്നത്.